മുത്തശ്ശി ആഭരണപ്പെട്ടിൽ നിന്നും ഒരു മാല എടുക്കുന്നുണ്ട് കേട്ടോ. ഏകദേശം 10-15 പവന്റെ ഒരു മാലയാണ് എടുക്കുന്നത്. എന്നിട്ട് മുത്തശ്ശനോട് പറയാണ്, അനാമിക മോക്ക് പണിയാനുള്ള താലിമാലയാ, ഇത് വേണം അനാമിക മോക്ക് കൊടുക്കാനുള്ള മാല എന്ന് പറയാണ്. നയനമോളെ വിളിച്ച് ഈ മാല പൂജിക്കാൻ വെക്കണം, അവള് പൂജ ചെയ്താൽ ഈ വിവാഹം മംഗളകരമാകും എന്നൊക്കെ മുത്തശ്ശി പറയാണ്. ഇതേ സമയത്തിന് അങ്ങോട്ടേക്ക് നയന കയറി വരുന്നുണ്ട്. മുത്തശ്ശൻ പറയാണ്, ദാ എത്തിയല്ലോ പൂജാരി എന്ന് പറയുമ്പോൾ പൂജാരിയോ എന്ന് ചോദിക്കുകയാണ്. അതെ, മോളല്ലേ ഈ വീട്ടിലെ പൂജകളൊക്കെ ചെയ്യുന്നത്, അതുകൊണ്ടാണ് മുത്തശ്ശൻ അങ്ങനെ പറഞ്ഞു എന്ന് പറയാണ്. ദാ ഈ മാല കണ്ടോ, ഈ മാല അനിയുടെ ഭാര്യയാകാൻ പോകുന്ന അനാമിക മോക്കുള്ള മാലയാണ് എന്ന് പറയാണ്. ഇത് മോള് പൂജിക്കാനായിട്ട് കൊണ്ട് വെക്കണം, നമുക്കിത് നാളെ രാവിലെ എടുക്കാമെന്ന് പറയുന്നുണ്ട്. ശരി മുത്തശ്ശി എന്ന് പറയാൻ കേട്ടോ നയന. അങ്ങനെ ആ മാല കൊണ്ടുപോകാൻ പോകുന്ന സമയത്ത് പറയാണ്, എന്തായാലും എനിക്ക് ചെറിയ താല്പര്യക്കുറവൊക്കെ ഉണ്ട്, അതൊക്കെ മാറി ഐശ്വര്യപൂർണ്ണമാവണം ഈ ഒരു കല്യാണം എന്ന് പറയുമ്പോഴേക്കും നയന പറയാണ്, ഈ ഒരു മാല തന്നെ ഡിസൈനാണ് ഞാൻ അനാമിക മോൾക്ക് മനസ്സിൽ കരുതിയത്, ആ ഡിസൈൻ തന്നെ നിങ്ങൾ സെലക്ട് ചെയ്തല്ലോ എന്ന് ചോദിക്കുകയാണ്. എന്തായാലും മോളുടെ സെലക്ഷൻ ഒരിക്കലും മിസ്സായി പോവാറില്ലെന്ന് ഞങ്ങൾക്ക് അറിയാമെന്നൊക്കെ മുത്തശ്ശൻ പറയുന്നുണ്ട്. ഇതെല്ലാം അവിടെ നിന്നുണ്ട് നമ്മുടെ ജലജ ഒളിഞ്ഞു കേൾക്കാണ്. അതിനുശേഷം നയനെടുത്ത് കൊണ്ട് വെക്കാൻ പറഞ്ഞിട്ട് മുത്തശ്ശി കൊടുത്തു വിടുന്നുണ്ട്. നയന ആ ഒരു മാലയും കൊണ്ട് അങ്ങോട്ടേക്ക് പോകുന്നത് ജലജ നോക്കി നിൽക്കാണ്. ഇതേ സമയത്ത് തന്നെ മുത്തശ്ശൻ പറയുന്നുണ്ട്, ഇപ്പൊ പോയതാ നമ്മുടെ വീട്ടിന്റെ ഐശ്വര്യവും, അത് മനസ്സിലാക്കുന്നില്ലല്ലോ ദേവയാനി എന്ന് പറയാണ്. മുത്തശ്ശി പറയുന്നുണ്ട്, നയനമ്മളുടെ കൊടുത്താൽ എല്ലാം മംഗളകരമാവും മാത്രമേ ചെയ്യത്തുള്ളൂ, ഈ ഏരിയയിലും നമ്മുടെ കുടുംബത്തിലും ഇതുപോലെ നല്ലൊരു മരുമകൾ വന്ന് കയറിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് പുകഴ്ത്തുന്നുണ്ട്. പക്ഷെ അതൊന്നും ആ ദേവയാനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ എന്ന് പറയുമ്പോഴേക്കും മുത്തശ്ശൻ പറയാണ്, അതവർക്ക് ഒരിക്കൽ മനസ്സിലാകും, പക്ഷെ അത് അവരുടെ വാർദ്ധക്യകാലത്തിൽ മാത്രമായിരിക്കുമെന്നൊക്കെ മുത്തശ്ശൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം അവിടെ നിന്ന് ജലജ ഒളിഞ്ഞു കേൾക്കാണ്. ശേഷം നയന പോയതിൻ്റെ പുറകെ ജലജ പോകുന്നുണ്ട്. നയന ഈ ഒരു മാല കൊണ്ടുപോയി മുറിയിൽ വെച്ചതിന് ശേഷം പ്രാർത്ഥിക്കുന്നുണ്ട്, എനിക്ക് ഈ കല്യാണത്തോട് താല്പര്യമില്ല, പക്ഷെ എങ്ങനെയെങ്കിലും ഈ വിവാഹം നടക്കണം, അവർ ദാമ്പത്യ ജീവിതം വളരെ മംഗളകരമായിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നയന അവിടെ നിന്നോട് പ്രാർത്ഥിക്കുന്നുണ്ട്. ഇതെല്ലാം മോളിൽ നിന്ന് ജലജ കാണുകയാണ്. നയന പോയതിന് തൊട്ട് പുറകെ തന്നെ ജലജ ആ പൂജാമുറിയിലേക്ക് കയറി വരികയാണ് കേട്ടോ. കയറി വന്നിട്ട് ആ മാലയിലേക്ക് നോക്കുകയാണ്. എന്നിട്ട് ആ മാല ജലജ അടിച്ചു മാറ്റുന്നുണ്ട് കേട്ടോ. അവിടെ നിന്ന് ആ മാലകൾ എടുക്കുകയാണ്. എടുത്തതിന് ശേഷം ജലജ ഓർക്കാണ്, എന്തായാലും എൻ്റെ പദ്ധതികളൊക്കെ തന്നെ വിജയിക്കും, അതാ കനകത്തിന് ബാഗിൽ കൊണ്ടിടാം, എന്നിട്ട് ഒരു വെടിക്ക് 3 പക്ഷി എന്ന് പറയുന്ന പോലെ അമ്മയും മക്കളെയും ഇവിടുന്ന് തുരത്താനുള്ള ഏക ഐഡിയ ആണ് ഇതെന്ന് ആലോചിക്കുകയാണ് കേട്ടോ. എന്തായാലും ഇവിടെ കുറെ പാഴുകളുണ്ടല്ലോ, അതുങ്ങളെയൊക്കെ പറഞ്ഞിടാൻ ബെസ്റ്റ് ഐഡിയ തന്നെയാണെന്ന് ജലജ മനസ്സിലോർക്കുന്നുണ്ട്. അങ്ങനെ ജലജ ആ മാല കൊണ്ടുപോയിട്ട് കനകയുടെ സൂട്ട് കേസിനകത്ത് ഒളിപ്പിച്ച് വെക്കാണ് കേട്ടോ. എന്നിട്ട് ഒന്നും അറിയാത്തതുപോലെ അവളിങ്ങി ഇറങ്ങി വരുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് അനാമികനെയും അനീനെയാണ് കേട്ടോ. അനാമിക പറയാണ്, എന്ത് നല്ല മുത്തശ്ശിയാ നിങ്ങളുടേത്, നിങ്ങൾക്ക് കിട്ടിയ ഭാഗ്യമാ അവര്, ഞാൻ വന്നു കഴിഞ്ഞാൽ അവരെ പൊന്നു പോലെ ഞാൻ നോക്കുമെന്നൊക്കെ പറയുമ്പോഴേക്കും അനി പറയാണ്, നിനക്കത് മനസ്സിലായല്ലോ, അത് തന്നെ വലിയ കാര്യം. അനാമിക പറയാണ്, എന്തായാലും നിനക്ക് ഇത്ര മാറ്റം ഉണ്ടായല്ലോ, എന്നെ വിളിച്ചല്ലോ, ഇവിടെ വരാൻ പറഞ്ഞല്ലോ, അത് തന്നെ വലിയ കാര്യം എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. എങ്കിലും ഇടയ്ക്കിടയ്ക്ക് നിന്റെ മുഖത്ത് എന്തോ ഒരു വിഷമം മിന്നി മറയുന്നുണ്ടല്ലോ എന്നൊക്കെ പറയാണ്. എൻ്റെ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ പാവവാ, അവർക്ക് ഏറ്റവും ഇഷ്ടം നയനേച്ചീനെയാ, അതുകൊണ്ട് നീ നയനേച്ചീനെ പറയുന്നതൊക്കെ അനുസരിച്ച് നിൽക്കണം കേട്ടോ എന്നൊക്കെ പറയാണ്. അല്ല, എനിക്കുള്ള താലിമാല പൂജാമുറിൽ വെച്ചോന്ന് ചോദിക്കുമ്പം ആ നയനേച്ചി അതൊക്കെ വെച്ചിട്ടുണ്ട്, നയനേച്ചി അതിൽ നല്ല കൃത്യമായിട്ട് ചെയ്യുമെന്ന് പറയാണ്. അനാമിക, ഓ ആ മാല നീ എൻ്റെ കഴുത്തിലാണെങ്കിൽ ദിവസത്തിനായിട്ട് ഞാൻ കാത്തിരിക്കാം, അനന്തപുരിലേക്ക് വരുന്ന ആ ഒരു ദിവസത്തെ ഞാൻ സ്വപ്നം കണ്ട് ഇരിക്കുക എന്നൊക്കെ പറയാണ്. ഇതേ സമയത്ത് ഇതൊന്നും അറിയാതെ നന്ദവും ഫ്രണ്ട്സും ആ ഒരു ഹോട്ടലിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ ഇവരെ കണ്ടുടനെ അനാമിക പറയാണ്, നാശങ്ങൾ എങ്ങനെ മണത്തറിഞ്ഞ് ഇങ്ങോട്ട് വരുന്നോ എന്തോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. നന്ദോടെ ഇരുന്നതിന് ശേഷമാണ് അനിയൊക്കെ കാണുന്നത് കേട്ടോ. അയ്യോ സോറി, നിങ്ങളോട് ഉണ്ടായിരുന്നോ, ഞങ്ങൾ അറിഞ്ഞില്ല കേട്ടോ, ഞങ്ങൾ സ്ഥിരം ഇവിടെ വരാറുള്ളതാ, അതുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് വന്നതെന്ന് പറയുന്നുണ്ട്. നന്ദുവിനെ കണ്ടപാടെ തന്നെ അനി അങ്ങോട്ടേക്ക് വായും പൊളിച്ച് നോക്കിയിരിക്കുന്ന കണ്ടിട്ട് അനാമിക ചോദിക്കുകയാണ്, നീ എന്തിനാ എപ്പോഴും അങ്ങോട്ടേക്ക് നോക്കിയിരിക്കുന്നേ എന്ന് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് പറയാണ്, ആഹാ കല്യാണമൊക്കെ ഇങ്ങ് അടുത്തല്ലോ. നന്ദു ചോദിക്കുന്നുണ്ട്, കല്യാണത്തിന് മുമ്പേ ഞാനിവനെ ഫിറ്റാക്കാൻ വേണ്ടി പ്രാക്ടീസൊക്കെ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു ഫ്രണ്ട് പറയാണ്, നന്ദു ഇവൻ്റെ ഗുരുവെന്ന്, ഇനിയിപ്പോൾ ഇവന് എല്ലാം മുടക്കി വീട്ടിലിരിപ്പല്ലേ എന്നൊക്കെ പറഞ്ഞ് നന്ദു കളിയാക്കുന്ന പോലെയൊക്കെ അഭിനയിക്കുകയാണ് കേട്ടോ. അനാമിക പറയുന്നുണ്ട്, വിവാഹത്തിന് ശേഷം ഞങ്ങൾ 2 പേരും കൂടി വരാമെന്ന് പറയാണ്. അതിനെന്താ 2 പേരും പോരേയെന്ന് നന്ദു പറയുന്നുണ്ട്. എനിക്ക് കോഫി കുടിക്കാനുള്ള മൂഡ് പോയി അവളെ കണ്ടപാടെ എന്ന് പറയാൻ കേട്ടോ. അപ്പോഴേക്കും മണി പറയുന്നുണ്ട്, നീ എന്തിനാ ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യമൊക്കെ പറയുന്നതെന്ന് ചോദിക്കുകയാണ്. അനാമിക നോക്കുന്നത് പോലും ശ്രദ്ധിക്കാതെ
അനിയാണെങ്കിൽ നന്ദുവിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും അനാമിക നീ എന്തിനാ അവളെ എപ്പോഴും നോക്കുന്നതെന്ന് ചോദിക്കുമ്പം എനിക്കെന്താ നോക്കിക്കൊടാൻ ചോദിക്കുകയാണ്. നിന്റെ ഭാവമാറ്റമൊക്കെ ഞാൻ ശ്രദ്ധിച്ചു അവൾ വന്ന പാടെ. അപ്പോഴേക്കും നിന്റെ മുഖം അങ്ങ് മാറിയില്ലോ. അവൾക്ക് നിന്നെ ഇഷ്ടമില്ലായിരിക്കും, പക്ഷെ നിന്റെ മനസ്സിൽ അവളോട് എന്തോ ഉണ്ട് അരുതാത്തത്, അതുകൊണ്ടാണ് നിനക്ക് എപ്പോഴും ഇങ്ങനെ തോന്നുന്നതൊക്കെ പറഞ്ഞ് അനാമിക വഴക്കുണ്ടാക്കുന്നുണ്ട്. അപ്പോഴേക്കും അനി പറയാണ് നീ ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യം പറഞ്ഞ് വെറുതെ വഴക്കുണ്ടാക്കരുത്, അത് വലിയൊരു ഇഷ്യൂ ആകും. വിവാഹത്തിന് മുമ്പാണെങ്കിലും ശേഷമാണെങ്കിലും ഇങ്ങനത്തെ സംസാരങ്ങളൊക്കെ നിൽക്കുന്നത് നമ്മുടെ ദാമ്പത്യം നല്ലത് എന്നൊക്കെ പറഞ്ഞ് അനി അനാമികയോട് പറയുന്നുണ്ട്. എന്തായാലും ഇനി ഇങ്ങോട്ടേക്കുള്ള വരവ് നിർത്തണം. ഈ ഒരു റെസ്റ്റോറൻറ്റിൽ അവൾ എപ്പോഴും കാണുന്ന സ്ഥലമാണ്, അതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് ഇനി മാറിപ്പോണം എന്നൊക്കെ അനാമിക പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇവർ രണ്ടിനും പോവാണെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. ഈ സമയത്ത് ആ ഫ്രണ്ട് നന്ദനോട് പറയാണ് അവന് നിന്നോടുള്ള ഇഷ്ടം ഇപ്പോഴും മാറിയിട്ടില്ല, കണ്ടില്ലേ അവളടുത്തിരിക്കുമ്പോൾ പോലും അവൻ നിന്നെ നോക്കിയിരിക്കുന്നത്, നീ അവന്റെ സ്നേഹം മനസ്സിലാക്കാത്തെന്നൊക്കെ പറയുമ്പോഴേക്കും നിങ്ങൾ തന്നെയായിരുന്നു നല്ല ജോഡി എന്ന് പറയുമ്പോഴേക്കും നന്ദു പറയുന്നുണ്ട് ദേ ഞാൻ പറഞ്ഞിട്ടോ ആവശ്യമില്ലാത്ത സംസാരങ്ങളൊന്നും സംസാരിക്കണ്ട, ഇനി മേലെ ഇത് സംസാരിക്കാൻ ചെയ്യരുത്, ആ ചാപ്റ്ററൊക്കെ എന്നേ കഴിഞ്ഞു എന്നൊക്കെ നന്ദു പറയുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആവാണ് എല്ലാരും കുളിച്ച് പ്രാർത്ഥിച്ച് പൂജാമുറിൽ നിൽക്കുന്നുണ്ട്. മുത്തശ്ശി പറയാണ് നയനോട് നയനമോളെ ആ മാല എടുക്കുക എന്ന് പറയാണ്. ദേവയാനിയും ജാനകിയും കൂടി വാതുക്കൽ നിൽപ്പുണ്ട്. മുത്തശ്ശനും മുത്തശ്ശിയും നയനയും പൂജാമുറിലിൻ്റെ അകത്ത് നിൽക്കുകയാണ്. അങ്ങനെ നയന ആ മാല എടുക്കുന്ന സമയത്ത് അതിനുള്ളിൽ മാല കാണുന്നില്ല. നയന ആകെ ഞെട്ടിപ്പോവാണ്. എന്താ മോളെ ചോദിക്കുമ്പം അയ്യോ മുത്തശ്ശി മാല കാണുന്നില്ലെന്ന് പറയുന്നുണ്ട്. അവിടെ എങ്ങാണ് നോക്കുമോളെ അതിലിട്ട പാടെ അതിലേക്ക് എങ്ങാണ് വീണതായിരിക്കുന്നു മുത്തശ്ശൻ പറയുമ്പോഴേക്കും നയന അവിടെ എല്ലാം അരിച്ചു പറക്കിട്ട് പറയാണ് ഇല്ല മുത്തശ്ശ ഇവിടെ എങ്ങും കാണുന്നില്ലെന്ന് പറഞ്ഞിട്ട് അവൾ ആകെപ്പാടെ കരയാണ്. അപ്പോഴേക്കും ദേവേനെ ചോദിക്കുകയാണ് ഇവളുടെ എന്തിനാ മാല കൊടുത്തത്? അനാമിക ജാനകിക്ക് വരാൻ പോകുന്ന മരുമകളല്ലേ, അപ്പൊ ജാനകിയുടെ കയ്യിലില്ല അതൊക്കെ കൊടുക്കണ്ടെന്ന് ചോദിക്കുമ്പോഴേക്കും ജാനകി ചോദിക്കുന്നുണ്ട് അതെന്തായിട്ട് അങ്ങനെ പറഞ്ഞത്? നയനമോളല്ലേ ഈ വീട്ടിലുള്ള എല്ലാ ചടങ്ങുകളും പൂജകളും ചെയ്യുന്നത്, അതുകൊണ്ട് അവളുടെ കൈ കൊണ്ട് തന്നെ നൽകുന്നതാണ് ഐശ്വര്യമെന്ന് ജാനകി പറയാണ്. നയന അവിടെ നിന്ന് കരയുന്ന കാണുമ്പോഴേക്കും ദേവയാനോട് മുത്തശ്ശൻ പറയാണ് നിനക്ക് എന്താ ദേവയാനി ആവശ്യമില്ലാതെ എന്തിനാ മോളെ വരുന്ന കുറ്റം പറയുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നെ ആ മാല കൊണ്ട് അവൾ കളഞ്ഞത് കണ്ടില്ലേ എന്നും ചോദിച്ച് ദേവയാനി ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോവാണ്. നേരെ പോകുന്നതാട്ടെ ദേവയാനി ആദർശിന്റെ അടുത്തേക്കാണ് കേട്ടോ. ആദർശ് ഹാളിലിരുന്ന് ലാപ്ടോപ്പിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോഴേക്കും ദേവയാനി അങ്ങോട്ട് പോയിട്ട് പറയാണ് ആ അനാമികയ്ക്കുള്ള മാല പൂജയ്ക്ക് വെച്ചിരിക്കുകയായിരുന്നു, നയനയുടെ കയ്യിലാണ് കൊടുത്തിട്ടിരുന്നത്, അത് അവൾ കൊണ്ട് കളഞ്ഞു, ഇപ്പം ആ മാല എവിടെയാന്ന് കണ്ടില്ല എന്ന് പറയുന്നുണ്ട്. അവൾ പൂജാമുറിൽ മാല വെച്ച മാല എവിടെ പോകാനാ അമ്മയെന്ന് ചോദിക്കുകയാണ് ആദർശ്. അങ്ങോട്ടേക്ക് ഇതും കേട്ടോണ്ട് ജലജ വരികയാണ്. എന്താ മാല കാണാതെ പോയെന്നോ? 10-20 പവന്റെ മാലയല്ലേ ഇത്? ഇന്നേ വരെ ഈ വീട്ടിൽ അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല ഏട്ടത്തി, അവൾ കൊണ്ടേ കളഞ്ഞായിരിക്കും അല്ലെങ്കിൽ അവൾ എടുത്ത് മാറ്റി വെച്ചതായിരിക്കും എന്നൊക്കെ പറയുമ്പോഴേക്കും ആദർശ് ചോദിക്കുകയാണ് ആദ്യമായിട്ടൊന്നല്ലോ അവൾ സ്വർണ്ണം കാണുന്നത്, പിന്നെ അപ്പച്ചെന്തിനാ അമ്മാതിരി വർത്താനം പറഞ്ഞതെന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും ജലജ പറയാണ് ഇവിടെ നമ്മൾ എല്ലാവരും ഓൾറെഡി ഉള്ളവരല്ലേ, ഇവിടെ പുറത്തുനിന്ന് വന്നവർ വേണം ശ്രദ്ധിക്കാൻ, ഇത്രയും വർഷമായിട്ട് ഈ വീട്ടിൽ ഇങ്ങനെ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ, അപ്പം അതിന് കാരണക്കാരവരെ കണ്ടുപിടിക്കണം എന്നൊക്കെ പറയുമ്പോഴേക്കും ആദർശ് പറയാണ് എങ്കിൽ ആദ്യം പിടികൂടേണ്ടത് ഈ അബിയ അന്ന് ജ്വല്ലറിൽ നിന്ന് മാല മോഷിച്ചത് അന്ന് ഓർക്കുന്നില്ലേ? അന്ന് പോലീസിൽ വരെ നമ്മൾ പോലീസിൽ അറിയിക്കാഞ്ഞത് തന്നെ അവിടുത്തെ സ്റ്റാഫ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിന്നുകൊണ്ടാ അവൻ എന്തുമാത്രം വിഷമിച്ചു. അതുപോലെ തന്നെ ഇപ്പൊ നയനമോളും. അതുകൊണ്ട് ഇവിടെ ആരെയും കള്ളനോ കളിയാക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് മുത്തശ്ശൻ പറയുന്നുണ്ട്. എന്നിട്ട് അവസാനം CCTV നോക്കിയപ്പോൾ തെളിഞ്ഞതെന്താ അബിയ മാല മോഷിച്ചതെന്നല്ലേ കണ്ടുപിടിച്ചത്, അതൊക്കെ മറന്നു അപ്പച്ചിന്ന് ചോദിക്കുന്നുണ്ട്. അതവൻ എടുത്തു വെച്ചിട്ട് മറന്നുപോയതല്ലേ എന്ന് ജലജ പറയുമ്പം അതുകൊണ്ടാണല്ലോ അവന്റെ അവിടുത്തെ മേൽനോട്ട് അങ്ങ് അവസാനിപ്പിച്ചത്, അതുപോലെ ഇനി മാലകൾ കാണാതെ പോയല്ലോ എന്ന് ഓർത്ത്, അതുകൊണ്ട് ഇവിടെ കാണുന്ന പോലെ ആദ്യം സംശയിക്കേണ്ടത് അപ്പച്ചിയുടെ മോനെ തന്നെയാണെന്ന് ആദർശ് പറയുമ്പോഴേക്കും അബി പറയാണ് അന്ന് അങ്ങനെ ഒരു അബദ്ധം സംഭവിച്ചു എന്ന് വെച്ച് എന്നും എന്നെ പഴിചാരണ ഏട്ടാ എന്ന് അബി ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് കനകവും നവ്യ ഇറങ്ങി വരുന്നുണ്ട്. എന്താ മോളെ എന്താ പ്രശ്നം എന്ന് ചോദിക്കുകയാണ്. അമ്മേ ഇന്നലെ പൂജയ്ക്ക് വെച്ച അനാമികയുടെ മാല കാണാതെ പോയെന്ന് പറയുമ്പോൾ അയ്യോ മോളെ അതെവിടെ പോകാനാന്ന് ചോദിക്കുന്നുണ്ട്. ഒന്നും അറിയാത്ത പോലെ അഭിനയം കണ്ടില്ലേ എന്ന് പറയാണ് ജലജ. നിങ്ങൾ തന്നെ ആയിരിക്കും മാറ്റിയത്, ഇവിടെ വന്ന് കയറിയ കുറച്ച് പേരുണ്ടല്ലോ അവരല്ലാതെ വേറെ ആരും ഈ വീട്ടിൽ അങ്ങനെ മോഷ്ടിക്കാറൊന്നും ഇല്ലെന്ന് പറയുമ്പം നയന ഇങ്ങനെ ദേഷ്യത്തോടുകൂടി അപ്പച്ചീനെ നോക്കുകയാണ്. ഈ സമയത്ത് മുത്തശ്ശൻ പറഞ്ഞു ജലജയ്ക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലേ, ഞാൻ പറഞ്ഞല്ലോ ആരെയും ഒരു കാരണം അറിയാതെ ഒരിക്കലും ആരെയും ക്രൂശിക്കാൻ പാടില്ല, അത് വലിയൊരു ആപത്തായിരിക്കുമെന്ന് പറയുന്നുണ്ട്. മോൾ ഒന്നുകൂടി പോയി പൂജാമുറിൽ നോക്കുമെന്നും പറഞ്ഞിട്ട് നയനെ പറഞ്ഞിട്ടാണ്. നയനെ കരഞ്ഞുകൊണ്ട് പൂജാമുറിൽ പോയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് ഈശ്വര എത്രയും പെട്ടെന്ന് ആ മാല കിട്ടണേ, ഞാൻ ആ ബോക്സിൽ തന്നെയാണ് വെച്ചത്, ഇവിടെ എനിക്ക് ചുറ്റും ശത്രുക്കളാ, അതുകൊണ്ട് ദയവ് ചെയ്ത് ആ മാല കണ്ടുപിടിച്ച് തരണേ ഈശ്വര എന്നും പറഞ്ഞിട്ട് നയന അവിടെ നിന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ സമയത്ത് മുത്തശ്ശൻ പറയുന്നുണ്ട് അത് വളരെ വിശിഷ്ടമായൊരു മാലയല്ലേ, അനാമിക മോക്ക് അത് കൊടുക്കേണ്ടതാ, അതുകൊണ്ട് എല്ലാവരും മത്സരിച്ചുകൊണ്ട് നിൽക്കാതെ എത്രയും പെട്ടെന്ന് പോയിട്ട് ആ മാല തപ്പിപ്പിടിക്കാൻ നോക്ക്, ജലജ നിന്നോടുകൂടിയാ പറഞ്ഞെന്ന് പറയുന്നുണ്ട്. അങ്ങനെ എല്ലാവരും പോയിട്ട് ആ മാല കണ്ടുപിടിക്കാനായിട്ടുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ.
ആദർശും അനിയും കൂടിയിട്ട് CCTV ചെക്ക് ചെയ്യാണ്. പുറത്തുനിന്ന് ആരെങ്കിലും വന്നിട്ടാണോ ആ ഒരു മാല കൊണ്ടുപോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് ആദർശ് ലാപ്ടോപ്പിലൊക്കെ നോക്കിയിട്ട് അനിയോട് പറയുന്നുണ്ട്. എന്തായാലും പുറത്തുനിന്ന് ആരും നമ്മുടെ വീട്ടിലേക്ക് കയറി വന്നിട്ടില്ല, CCTVയിലൊന്നും കാണാനില്ല എന്ന് ആദർശ് പറയുന്നുണ്ട്. പിന്നെ ആരെടുക്കാനാ എന്ന് ചോദിക്കുമ്പോഴേക്കും ആ അപ്പച്ചിയാണെങ്കിൽ വെറുതെ നയനേച്ചിയും അവരുടെ അമ്മേനെയൊക്കെ കുറ്റപ്പെടുത്താൻ നോക്കാന്ന് പറയുമ്പോഴേക്കും ആദർശ് പറയുന്നുണ്ട്, എന്തായാലും കനകയും നയനയും അവളുടെ അമ്മ എടുക്കില്ലെന്ന് 100% ഉറപ്പാ. പിന്നെ നവ്യയുടെ കാര്യം പറയാൻ പറ്റില്ല, അവയുടെ കൂടി അവളുടെ സ്വഭാവം മോശമായെന്ന് പറയാൻ പറ്റില്ല എന്ന് പറയുമ്പം അനി പറയുന്നുണ്ട്, ഒരിക്കലും അങ്ങനെ നവ്യേച്ചി ചെയ്തില്ല, നവ്യേച്ചി ഇപ്പം നല്ല മാറ്റം ഉണ്ടെന്ന് പറയാണ് അനി. ചേട്ടൻ ശ്രദ്ധിക്കുന്നുണ്ടോ, ഞങ്ങളുടെ ഈ കല്യാണക്കാരൻ തുടങ്ങിയ സമയം തൊട്ടൊക്കെ എന്തൊക്കെ അനർത്ഥങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് ഒന്നുകൂടി എന്ന് പറയുമ്പോൾ നീ എന്താ പറഞ്ഞു വരുന്നേ, ഒന്നുകൂടി ഇതിനെപ്പറ്റി ആലോചിക്കണം, ഒന്നുകൂടി കല്യാണം നടത്തുന്നതിനെ കുറിച്ച് ചിന്തിക്കണം, അല്ലെങ്കിൽ കല്യാണം നടത്തണ്ടെന്നാണ് നീ പറയുന്നത്. എനിക്കറിയാം നിന്റെ ഉദ്ദേശമൊക്കെ. സത്യം പറഞ്ഞ നീയാണത് എടുത്തു മാറ്റിയെന്ന് ചോദിക്കുമ്പോൾ ചേട്ടൻ ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ചോദിക്കുകയാണ്. ആരെയും വിശ്വസിക്കാൻ പറ്റില്ല, കല്യാണം മുടങ്ങാൻ വേണ്ടി നീ ചെയ്ത് അവന് സാധ്യതയുണ്ടെന്നൊക്കെ പറയാൻ കേട്ടോ ആദർശ്. അങ്ങനെ ചിരിച്ചുകൊണ്ട് ജയലജ ഡൈനിങ് മുറിയിലേക്ക് വരുന്നുണ്ട്. കനകയാണെങ്കിൽ ആകെപ്പാടെ വിഷമിച്ച് ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ.